Learnerzy Online Education. ഹായ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ഹർഷിത. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ MS4 യൂണിറ്റ് 1 സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യയിൽ 108 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ നമുക്കിനി അതിൻ്റെ ബാക്കി നോക്കാം കേട്ടോ. അടുത്ത നമ്മുടെ സൈഡ് ഹെഡിങ് 109 റെസ്പോൺസസ് ആൻഡ് റിയാക്ഷൻ ഓഫ് ദ ഇന്ത്യൻ ഇൻ്റലക്ച്വൽസ്. ഇന്ത്യൻ ബുദ്ധിജീവികളുണ്ട്. ഇന്ത്യൻ ബുദ്ധിജീവികളുടെ റിയാക്ഷൻസിനെ കുറിച്ചാണ് റിയാക്ഷൻസും അവരുടെ റെസ്പോൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ ആ ഒരു സാഹചര്യത്തിൽ, സമൂഹത്തിൻ്റെ ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സോഷ്യോളജിയോടുള്ള ബുദ്ധിജീവികളുടെ റിയാക്ഷൻസ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. Indian intellectuals and reformers studied their society and history to understand how it could be improved. Some were very influenced by Western ideas, while others focused on Indian traditions. Reformers like Ram Manohar Roy and Ishwar Chandra Vidyasagar wanted to make Indian society better and fairer. They did not blindly accept or reject Western ideas but tried to balance them with ഇന്ത്യൻ വാല്യൂസ്. ഇന്ത്യൻ ബുദ്ധിജീവികളും പരിഷ്കർത്താക്കളും അവരുടെ സമൂഹത്തെയും ചരിത്രത്തെയും അതെങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. ചില പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും മറ്റുള്ളവർ ഇന്ത്യയുടെ പാരമ്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. റാം മനോഹർ ലോഹി, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ പരിഷ്കർത്താക്കൾ ഇന്ത്യൻ സമൂഹത്തെ മികച്ചതും നീതിയുക്തവുമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അവർ പാശ്ചാത്യ രാജ്യങ്ങളെ അന്ധമായി അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തില്ല, മറിച്ച് അവയെ ഇന്ത്യൻ മൂല്യങ്ങളുമായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ, സന്തുലിതമാക്കി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. Western scholars described India, but thinkers like Bankim Chandra and Buddhadev, they thought felt was unfair and inaccurate. Later, people like Seal and Sanger criticized how European experts misunderstood and misrepresented Indian culture. They worked to show the true richness of Indian traditions. പാശ്ചാത്യ പണ്ഡിതർ ഇന്ത്യയെ വിവരിച്ചു, എന്നാൽ ബങ്കിം ചന്ദ്രയെയും ബുദ്ധദേവിനെയും പോലുള്ള ചിന്തകർക്ക് അന്യായം കൃത്യവുമല്ലെന്ന് അവർ കരുതി. ആ പാശ്ചാത്യ രീതിയിൽ ഇന്ത്യയെ വിവരിച്ച കാര്യങ്ങൾ കൃത്യമല്ലെന്ന് അവർക്ക് തോന്നി. യൂറോപ്യൻ വിദഗ്ധർ എങ്ങനെയാണ് ഇന്ത്യൻ സംസ്കാരത്തെ തെറ്റിദ്ധരിക്കുകയും തെറ്റായി ചിത്രീകരിക്കുകയും ചെയ്തതെന്ന് പിന്നീട് സീലിനെയും സർക്കാരിനെയും പോലുള്ളവർ വിമർശിച്ചു. ഇന്ത്യൻ പാരമ്പര്യങ്ങളുടെ യഥാർത്ഥ സമ്പന്നത കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതർ സ്കോളേഴ്സ് ലൈക്ക് NK ബോസ് ആൻഡ് Bhupendranath Gupta helped create sociology in India. They studied India's history and culture to prove it was a valuable Western traditions. മറ്റ് പണ്ഡിതന്മാരായിട്ടുള്ള NK ബോസും ഭൂപേന്ദ്രദാസ് ദത്തയും ഇന്ത്യയിൽ സാമൂഹ്യ ശാസ്ത്രം സൃഷ്ടിക്കാൻ സഹായിച്ചു. അതായത് സമൂഹത്തെക്കുറിച്ചുള്ള പഠനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും പാശ്ചാത്യ പാരമ്പര്യങ്ങൾ പോലെ തന്നെ വിലപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം, ക്രിറ്റിസിസം ഓഫ് ഹിന്ദുയിസം ബൈ യൂറോപ്യൻ മിഷണറീസ് ആൻഡ് എഫേർട്സ് ടു കൺവേർട്ട് പുവർ ഹിന്ദുസ് ടു ക്രിസ്ത്യാനിറ്റി മെയ്ഡ് ഇന്ത്യൻസ് വാണ്ട് ടു പ്രൊട്ടക്ട് ദെയർ ഐഡൻറ്റിറ്റി. This led to movements for social and religious reform, a deeper look at India's past, and pride in its culture. These efforts helped sociology become important in India. അതേസമയം യൂറോപ്യൻ മിഷണറിമാരുടെ ഹിന്ദു മതത്തെ വിമർശിക്കുന്നതും പാവപ്പെട്ട ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഇന്ത്യക്കാരുടെ അവരുടെ സ്വത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു. ഇത് സാമൂഹികവും മതപരവുമായ പരിഷ്കരണത്തിനും ഇന്ത്യയുടെ ഭൂതകാലത്തിലേക്ക് ആഴത്തിലുള്ള വീക്ഷണത്തിനും അതിൻ്റെ സംസ്കാരത്തിൽ അഭിമാനത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് നയിച്ചു. ഈ ശ്രമങ്ങൾ ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകി. ഇതൊക്കെയാണ് നമ്മുടെ ഇൻ്റലക്ച്വൽസ്, ബുദ്ധിജീവികൾ, കുറച്ചൊരു ലോകകാര്യങ്ങളിൽ അറിയുന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ചെയ്ത കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിച്ചതും ഒരു സോഷ്യോളജിക്കൽ തിങ്കിങ്ങിലേക്ക് നമ്മുടെ എല്ലാ സമൂഹത്തെയും എത്തിച്ചതും അവരുടെ ഒരു പ്രയത്നം കൊണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത മെയിൻ സൈഡ് ഹെഡിങ് വരുന്നത് 110 ഇയർലി സോഷ്യോളജിക്കൽ ബിഗിനിങ്സ്. സോഷ്യോളജിക്കൽ ചിന്തയുടെ
എന്താ പറയുക തുടക്കങ്ങളാണ് പറയുന്നത്, ഘട്ടമാണ് പറയുന്നത്. കാൾ മാക്സ്, മാക്സ് വെബർ ആൻഡ് ഡർഖെയിം സ്റ്റഡീഡ് ഇന്ത്യൻ സൊസൈറ്റി ബൈ യൂസിംഗ് ബ്രിട്ടീഷ് ആൻഡ് യൂറോപ്യൻ റൈറ്റിംഗ്സ്. W.H.R. Rivers was one of the first to do detailed field work in India, writing a book about the Todas, a tribal community in 906. Two of his students, G.S. Gure and K.P. Chattopadhyay, later became important for sociology and anthropology in India. Karl Marxും മാക്സ് വെബറും ഡർഖെയിം എന്നിവർ ബ്രിട്ടീഷ് യൂറോപ്യൻ രചനകൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിച്ചത്. W.H.R. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിശദമായ ഫീൽഡ് വർക്ക് ചെയ്തവരിൽ ഒരാളാണ്. റിസർവ് 1906 ഗോത്രവർഗ വിഭാഗമായിട്ടുള്ള തോദാസിനെ കുറിച്ച് ഒരു പുസ്തകം രചിച്ചു. അദ്ദേഹത്തിൻ്റെ 2 വിദ്യാർത്ഥികളായ G.S. ഗുരയും K.P. ചതോപാധ്യായ പിന്നീട് ഇന്ത്യയിലെ സമൂഹശാസ്ത്രത്തിനും നരവംശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുകയും ചെയ്തു. Around the same time, two Indian scholars L.K. Anandkrishna Iyer and S.C. Roy also contributed to anthropology, even though they didn't have formal training. Roy studied tribes in Bihar and started a famous journal called Man in India. Iyer's work earned him a teaching position at Calcutta University, which led to India's first anthropology department. ഏതാണ്ട് അതേ സമയത്താണ് 2 ഇന്ത്യൻ പണ്ഡിതരായിട്ടുള്ള N.K. ആനന്ദകൃഷ്ണൻ, S.C. റോയ് എന്നിവരും ഔപചാരിക പരിശീലനം ലഭിച്ചില്ലെങ്കിൽ പോലും നരവംശാസ്ത്രത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. റോയ് ബീഹാറിലെ ഗോത്രവർഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും മാൻ ഇൻ ഇന്ത്യ എന്ന പേര് പ്രശസ്തമായിട്ടുള്ള ഒരു ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ നരവംശാസ്ത്ര വിഭാഗത്തിലേക്ക് നയിച്ച അയ്യരുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ കൽക്കട്ട സർവകലാശാലയിലെ അധ്യാപക സ്ഥാനം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. Brajendranath Seal helped bring sociology to Indian universities. As a professor of philosophy, he wrote a thought about comparing different societies. He studied topics like Indian religion, race, and ancient sciences. Seal believed every society develops in its own way and should be studied in context of its culture and religion. ഇന്ത്യൻ സർവകലാശാലകളിൽ സാമൂഹ്യശാസ്ത്രം കൊണ്ടുവരാൻ ബ്രജേന്ദ്രനാഥ് മുദ്ര സഹായിച്ചു. തത്വചിന്തയുടെ പ്രൊഫസർ എന്ന നിലയിൽ വ്യത്യസ്ത സമൂഹങ്ങളെ താരതമ്യം ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ മതങ്ങൾ, വംശം, പുരാതന ശാസ്ത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം പഠിച്ചു. ഓരോ സമൂഹവും അതിൻ്റെതായ രീതിയിൽ വികസിക്കുന്നുവെന്നും അതിൻ്റെ സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പഠിക്കണമെന്നും സീൽ വിശ്വസിച്ചു. In 1940, Seal and Ayer Vadia introduced sociology at Mysore University. Seal also helped start sociology studied at Calcutta University in 907. Thought it was not a separate subject then. Sociology became a recognized subject in Indian universities much later than fields like economics and political science. 1914 സീലും AR മൈസൂർ സർവകലാശാലയിൽ സോഷ്യോളജി അവതരിപ്പിച്ചു. 1907 കൽക്കട്ട സർവകലാശാലയിൽ സോഷ്യോളജി പഠനം ആരംഭിക്കാനും സീൽ സഹായിച്ചു. അത് അന്ന് പ്രത്യേക വിഷയമായിരുന്നില്ല. സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ മേഖലകളേക്കാൾ വളരെ വൈകിയാണ് സാമൂഹ്യശാസ്ത്രം ഇന്ത്യൻ സർവകലാശാലകളിൽ അംഗീകൃത വിഷയമായിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. In 1919, Bombay University started the first department of sociology and civics, led by Sir Patrick Getz. At first, sociology was taught as part of the MA Economics course. Getz focused on understanding society for a moral, global, and practical point of view. He believed we need to see life as a whole, understanding its different aspects and how they relate to each other. 1919 ബോംബെ യൂണിവേഴ്സിറ്റി സർ പാട്രിക് ഗെറ്റ്സിൻ്റെ നേതൃത്വത്തിൽ സോഷ്യോളജി ആൻഡ് സിവിക്സിൻ്റെ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു. MA എക്കണോമിക്സ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം സോഷ്യോളജി പഠിച്ചിരുന്നത്.
ധാർമ്മികവും ആഗോളവും പ്രായോഗികവുമായ വീക്ഷണകോണിൽ നിന്ന് സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ ഗഡ്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളും അവ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിതത്തെ മൊത്തത്തിൽ കാണണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. Gades was also known for his work in town planning, especially addressing urban problems like city decay. He worked on plans for cities like Calcutta, Indore, and the temple cities of South India, and he studied how work, place, and culture influence regional development. His ideas were influenced by the French sociologist Lepre, who also focused on work, പ്ലേസ് ആൻഡ് ഫാമിലി. നഗരാസൂത്രണത്തിൽ പ്രത്യേകിച്ച് നഗരശോഷണം പോലുള്ള നഗരപ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലും ഗഡസ് അറിയപ്പെട്ടിരുന്നു. കൽക്കട്ട, ഇൻഡോർ, ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ തുടങ്ങിയ നഗരങ്ങളുടെ പദ്ധതികൾ അദ്ദേഹം പ്രവർത്തിച്ചു. ജോലി, സ്ഥലം, സംസ്കാരം എന്നിവ പ്രാദേശിക വികസനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അദ്ദേഹം പഠിച്ചു. ജോലി, സ്ഥലം, കുടുംബം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഫ്രഞ്ച് സാമൂഹ്യശാസ്ത്രജ്ഞനായ ലേപ്ലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ സ്വാധീനിച്ചു. ജെസ് ഗുര്യവ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് who studied caste at Cambridge University in the UK and later became a professor at Bombay University. He turned the university into a leading center for sociology in India, teaching many students who became famous sociologists. UK-യിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ജാതി പഠിക്കുകയും പിന്നീട് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാവുകയും ചെയ്ത ഒരു പ്രധാന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായിരുന്നു GS ഗുരെ. പ്രശസ്ത സോഷ്യോളജിസ്റ്റുകളായി മാറിയ നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സർവകലാശാലയെ ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രമുഖ കേന്ദ്രമാക്കി മാറ്റി. ഗുരെ wrote extensively about Indian culture and used Sanskrit texts to understand society. Thought he mostly worked from his desk rather than in the field. ഗുരെ ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തെക്കുറിച്ച് വിപുലമായിട്ട് എഴുതുകയും സമൂഹത്തെ മനസ്സിലാക്കാൻ സംസ്കൃത ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും അദ്ദേഹം തൻ്റെ മേശപ്പുറത്ത് നിന്നാണ് ജോലി ചെയ്തത്. At Lucknow University, sociologists like Radha Kamal Mukherjee and D.P. Mukherjee made important contributions. Mukherjee focused on how people interact with their environment, emphasized Indian traditions, cooperation and culture. D.P. Mukherjee also valued Indian traditions but included some Western ideas. ലക്നൗ സർവകലാശാലയിൽ രാധാ കമൽ മുഖർജി, D.P. മുഖർജി തുടങ്ങിയ സാമൂഹ്യശാസ്ത്രജ്ഞർ സുപ്രധാന സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആളുകൾ അവരുടെ പരിസ്ഥിതിയുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു എന്നതിൽ മുഖർജി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ പാരമ്പര്യങ്ങൾ, സഹകരണം, സംസ്കാരം എന്നിവയ്ക്ക് ഊന്നൽ നൽകി. D.G. മുഖർജിയും ഇന്ത്യൻ പാരമ്പര്യങ്ങളെ വിലമതിച്ചിരുന്നെങ്കിലും ചില പാശ്ചാത്യ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. He criticized the Indian middle class for blindly copying Western ways and stressed the importance of being responsible in society, guided by traditions rather than just personal interest. പാശ്ചാത്യ രീതികൾ അന്ധമായി പകർത്തുന്ന ഇന്ത്യൻ മധ്യവർഗത്തെ അദ്ദേഹം വിമർശിക്കുകയും സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ളവരായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുകയും കേവലം വ്യക്തിപരമായ താൽപ്പര്യങ്ങളെക്കാൾ പാരമ്പര്യങ്ങളാൽ നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. D.N. Majumdar, an anthropologist, focused on how cultures change and believed sociologists could gauge social progress. He founded the Ethnographic and Folk Culture Society and the journal The Eastern Anthropologist. നരവംശ ശാസ്ത്രജ്ഞനായ D.N. മജുംദാർ സംസ്കാരങ്ങൾ എങ്ങനെ മാറുന്നു എന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാമൂഹിക പുരോഗതിയെ നയിക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞർക്ക് കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അദ്ദേഹം എത്നോഗ്രാഫിക് ആൻഡ് ഫോക്ക് കൾച്ചർ സൊസൈറ്റിയും ദി ഈസ്റ്റേൺ ആന്ത്രോപോളജിസ്റ്റ് എന്ന ജേണലും സ്ഥാപിച്ചു. ഹിസ് വർക്ക് ഇൻസ്പയർഡ് സ്റ്റുഡൻസ് ലൈക്ക് T.N. Madan and R.K. Jain. A.R. Vadia introduced sociology as a subject at Mysore University in 1928 and 29, seeing it as applied philosophy.
Airavati Karve lead a sociology and anthropology department at Deccan College, known for her fieldwork and book kinship organization in India. T.N. Madan, R.K. ജെയിൻ തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഫലമായി 1928-29 മൈസൂർ സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ഒരു വിഷയമായി അവതരിപ്പിച്ചു. അത് പ്രായോഗിക തത്വചിന്തകയായി A.R. വാദിയെ കണ്ടു. ഫീൽഡ് വർക്കിനും കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിനും പേര് കേട്ട ഐരാവതി കാർവെ ഡെക്കാൻ കോളേജിലെ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ഭാഗത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. Osmania University began teaching sociology in 1928 and established a full department in 1946 with scholars like Christopher Führer, Hammondorf and S.C. Duke. Nirmal Kumar Bose studied Indian culture, tribal life and the caste system and critiqued Gandhian ideas. Warrior Elvin, for studying Indian tribes like the Baiga and Muria, advocated for protecting tribes, but these ideas were not widely accepted. Osmania University 1928 സോഷ്യോളജി പഠിപ്പിക്കാൻ തുടങ്ങി. 1946 ക്രിസ്റ്റഫ് വോൺ ഫ്യൂറർ, ഹൈമൻഡോൾഫ്, എസ് നിർമ്മൽകുമാർ ബോസ് ഇന്ത്യൻ സംസ്കാരം, ഗോത്രജീവിതം, ജാതി വ്യവസ്ഥ എന്നിവ പഠിക്കുകയും ഗാന്ധിയൻ ആശയങ്ങളെ വിമർശിക്കുകയും ചെയ്തു. ബൈഗ, മുരിയ തുടങ്ങിയ ഇന്ത്യൻ ഗോത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ പേര് കേട്ട വെരിയർ എൽവിൻ ഗോത്രങ്ങളെ സംരക്ഷിക്കാൻ വാദിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. നെക്സ്റ്റ് നമ്മുടെ സൈഡ് ഹെഡിങ് 111 Sociology and Independent India. Between 1910 and 1915, sociology and social anthropology started to become more professional. However, only a few universities in India had departments for the subjects. Bombay University was the only university where students could do advanced research in sociology and anthropology when India became independent. 1910-നും 1950-നും ഇടയിൽ സാമൂഹ്യശാസ്ത്രവും സാമൂഹിക നരവംശശാസ്ത്രവും കൂടുതൽ പ്രൊഫഷണലായിട്ട് മാറാൻ തുടങ്ങി. എന്നിരുന്നാൽ പോലും ഇന്ത്യയിലെ ചുരുക്കം ചില സർവകലാശാലകളിൽ മാത്രമേ ഈ വിഷയങ്ങൾക്കുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ സോഷ്യോളജിയിലും നരവംശശാസ്ത്രത്തിലും വിപുലമായ ഗവേഷണം നടത്താൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന ഏക സർവകലാശാല ബോംബെ സർവകലാശാലയായിരുന്നു. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷമുള്ള ഒരു സോഷ്യോളജിയുടെ ഒരു നേർചിത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുക. അറ്റ് ദാറ്റ് ടൈം സബ്ജക്റ്റ് ലൈക്ക് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസസ് വർ സീൻ ആസ് മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ വെർ ബിലീവ്ഡ് ടു ഹെൽപ്പ് ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം ദ കൺട്രീസ് ലീഡേഴ്സ്. അക്കാലത്ത് സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയ ശാസ്ത്രവും പോലുള്ള വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് കാണപ്പെട്ടു. കാരണം രാജ്യത്തിൻ്റെ നേതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ അവ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെട്ടു. കാരണം ശാസ്ത്രീയമായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാമ്പത്തിക ശാസ്ത്രവും അതുപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടുള്ള നാച്ചുറൽ സയൻസസിനൊക്കെ ആയിരിക്കും കൂടുതൽ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സോഷ്യോളജി വലിയ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോഷ്യോളജി വാസ് സീൻ ആസ് കണക്റ്റഡ് ടു യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ ഐഡിയാസ് വിച്ച് മെയ്ഡ് സം ഇന്ത്യൻ അക്കാഡമീസ് സസ്പീഷ്യസ് ഓഫ് ഇറ്റ്. ആന്ത്രപ്പോളജി വാസ് ഓൾസോ ഡിസ്ലൈക്കഡ് ബിക്കോസ് ഇറ്റ് ഓഫ്റ്റൻ ഡിസ്ക്രൈബഡ് പീപ്പിൾ ആസ് പ്രിമിറ്റീവ് which offended nationalists, especially when the people studying them were from the ruling class. സാമൂഹ്യശാസ്ത്രം യൂറോപ്യൻ അമേരിക്കൻ ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ചില ഇന്ത്യൻ അക്കാദമിക് വിദഗ്ധരെ സംശയാത്മകമാക്കി. നരവംശശാസ്ത്രവും ഇഷ്ടപ്പെട്ടില്ല, കാരണം അത് പലപ്പോഴും ആളുകളുടെ ആദിമ എന്ന് വിശേഷിപ്പിച്ചു. കാരണം ആദിമ സമൂഹത്തെക്കുറിച്ചിട്ടുള്ളതാണല്ലോ നരവംശശാസ്ത്രം. അങ്ങനെ അത് വിശദീകരിക്കുന്നതിനെ അവർ ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം നമ്മൾ കറണ്ട് സിറ്റുവേഷനിലുള്ള അത് കാര്യങ്ങൾ കേൾക്കാനായിരുന്നു ആളുകൾക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ നമ്മുടെ ഹിസ്റ്ററി നമുക്കൊരിക്കലും ഒഴിവാക്കാനാകുന്നതല്ല. ഹിസ്റ്ററി കൂടെ മനസ്സിലാക്കിയാലേ നമ്മുടെ ഇപ്പോഴത്തെ നിലനിൽക്കുന്ന കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നാണ് സോഷ്യോളജിയുടെ ഉപജ്ഞാതാക്കൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ദേശീയവാദികളെ വ്രണപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും അവരെ പഠിപ്പിക്കുന്ന ആളുകൾ ഭരണവർഗത്തിൽ നിന്നുള്ളവരായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് അവർക്ക് ദേഷ്യം ഉണ്ടാക്കാനുള്ള കാരണമാവും. Even though there was some dislike, a small group of scholars continued studying important social issues like caste, families and religion.
They wrote about specific communities and recorded their cultures and traditions. Their work helped sociology find a place in Indian academies. ചില ഇഷ്ടകേടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ചെറിയ കൂട്ടം പണ്ഡിതന്മാർ ജാതി, കുടുംബം, മതം തുടങ്ങിയ പ്രധാനപ്പെട്ട സാമൂഹിക വിഷയങ്ങൾ പഠിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അവർ പ്രത്യേക സമുദായങ്ങളെക്കുറിച്ച് എഴുതുകയും അവരുടെ സംസ്കാരവും പാരമ്പര്യവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ അക്കാദമിക് രംഗത്ത് സാമൂഹ്യശാസ്ത്രത്തിന് സ്ഥാനം കണ്ടെത്താൻ അവരുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചു. ആഫ്റ്റർ ഇന്ത്യ became independent, the country wanted to grow quickly and improve its economy. To do this, the government needed to understand how different groups of people would respond to his change. Sociology seemed to offer help in understanding this. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം രാജ്യം അതിവേഗം വളരാനും സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനും ആഗ്രഹിച്ചു. ഇത് ചെയ്യുന്നതിന് ഈ മാറ്റത്തോട് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കാൻ സോഷ്യോളജിയുടെ സഹായം വാഗ്ദാനം ചെയ്യുന്നതായിട്ട് തോന്നി. As the country planned its development, there was need for reliable information about people's lives. This created new opportunities for sociology students. As soon, universities across India started opening departments for sociology. രാജ്യം അതിൻ്റെ വികസനം ആസൂത്രണം ചെയ്തപ്പോൾ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവിശ്വസനീയമായ വിവരങ്ങൾ ആവശ്യമാണ്. ഇത് സോഷ്യോളജി വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ചു. താമസിയാതെ ഇന്ത്യയിലെമ്പാടുമുള്ള സർവകലാശാലകൾ സോഷ്യോളജിക്കായിട്ടുള്ള വകുപ്പുകൾ തുറക്കാൻ തുടങ്ങി. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യക്ക് ശേഷമാണ് സോഷ്യോളജി എല്ലാവരും കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. കാരണം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പെട്ടെന്നുള്ളൊരു വളർച്ചയാണ് എല്ലാ ലക്ഷ്യം കൊണ്ടത്. അത് ആ രാജ്യത്തുള്ള ജനങ്ങളുടെ സമീപനങ്ങളും കൂടെ അറിയേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്. അതിന് എന്തായാലും എന്ത് വേണം? ശാസ്ത്രം, മറ്റുള്ള ശാസ്ത്രങ്ങളൊക്കെ പോലെ തന്നെ സോഷ്യോളജി ആവശ്യമാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിയാൻ തുടങ്ങി. അതിനുള്ള മാർഗങ്ങളും അവർ തന്നെ എടുക്കാൻ തുടങ്ങി. അടുത്തത് ലാസ്റ്റാണ് 112 കൺക്ലൂഷനാണ്. നമുക്ക് കൺക്ലൂഷൻ്റെ പാർട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് അത് നോക്കാം. ദ ഹിസ്റ്ററി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഷോസ് ദാറ്റ് ദർ വാസ് ഓൾവേസ് ആൻ ഇൻട്രസ്റ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി ഈവൻ ബിഫോർ ദ ബ്രിട്ടീഷ് arrived. Ancient and medieval texts show that people were concerned with the lives and problems of men and women. Before British rule, travelers and local writers provided valuable information about Indian society, culture and economy. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് തന്നെ സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ എപ്പോഴും താല്പര്യമുണ്ടായിരുന്നുവെന്ന് ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ചരിത്രം കാണിക്കുന്നുണ്ട്. പുരാതന മധ്യകാല ഗ്രന്ഥങ്ങൾ കാണിക്കുന്നത് ആളുകൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിതത്തിലും പ്രശ്നങ്ങളിലും ശ്രദ്ധാലുവായിരുന്നു എന്നതാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് സഞ്ചാരികളും പ്രാദേശിക എഴുത്തുകാരും ഇന്ത്യൻ സമൂഹം, സംസ്കാരം, സമ്പദ് വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. All through, Indian society had become somewhat stagnant due to old customs that were and changing British rule gave a shock to the system. The British gathered a lot of data about India, but they used it mainly for their own interest, not for the benefit of the country. They promote individualism and personal gain, often ignoring the well-being of communities. ഇന്ത്യൻ സമൂഹം ഒരു പരിധിവരെ സ്തബ്ധനാവസ്ഥയിലായിരുന്നെങ്കിൽ പോലും മാറാത്ത പഴയ ആചാരങ്ങൾ കാരണം ബ്രിട്ടീഷ് ഭരണം ഈ വ്യവസ്ഥയെ ഞെട്ടിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യയെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ ശേഖരിക്കുകയും പക്ഷേ അത് അവർ പ്രധാനമായിട്ട് അവരുടെ താല്പര്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലാതെ രാജ്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. അവർ വ്യക്തിത്വവും വ്യക്തിഗത നേട്ടവും പ്രോത്സാഹിപ്പിച്ചു. പലപ്പോഴും സമുദായങ്ങളുടെ ക്ഷേമത്തെ അവർ അവഗണിക്കുകയാണ് ചെയ്തത്. However, the British also introduced ideas of rational thinking and freedom of inquiry, which inspired some Indian intellectuals. This curiosity about society and culture helped sociology begin to develop in India. എന്നിരുന്നാൽ പോലും ബ്രിട്ടീഷുകാർ യുക്തിസഹമായ ചിന്തയുടെയും അന്വേഷണ സ്വാതന്ത്ര്യത്തിൻ്റെയും ആശയങ്ങൾ അവതരിപ്പിക്കുകയും ഇത് ചില ഇന്ത്യൻ ബുദ്ധിജീവികളെ പ്രചോദിപ്പിച്ച് സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ഈ ഒരു ജിജ്ഞാസ ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രത്തിന് വികസിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. Still, early Indian sociologists were strongly influenced by Western ideas since sociology came from the West. While this was understandable at first, continuing to rely on Western ideas may not be healthy for the field's growth. എന്നിരുന്നാൽ പോലും ആദ്യകാല ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രജ്ഞർ പാശ്ചാത്യ ആശയങ്ങളെ ശക്തമായി സ്വാധീനിക്കപ്പെട്ടിരുന്നു. കാരണം സാമൂഹ്യശാസ്ത്രം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് വന്നത്.
ഇത് ആദ്യം മനസ്സിലാക്കാൻ ആവുന്നതാണെങ്കിൽ പോലും പാശ്ചാത്യ ആശയങ്ങളെ ആശ്രയിക്കുന്നത് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് ആരോഗ്യകരം ആകണം എന്നില്ല. The first Indian sociology focused more on the nationalism and understanding Indian society, but they did not develop many new concepts of theories. Later generations had better access to international sociological developments, but often ignored the importance of understanding India's unique context. This may be why even today we struggle to have this distinct Indian sociology. ആദ്യം ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രജ്ഞർ ദേശീയതയിലും ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ അവർ പല പുതിയ ആശയങ്ങളോ സിദ്ധാന്തങ്ങളോ വികസിപ്പിച്ചില്ല. പിന്നീടുള്ള തലമുറകൾക്ക് അന്താരാഷ്ട്ര സാമൂഹ്യശാസ്ത്രപരമായ സംഭവവികാസങ്ങളിലേക്ക് മെച്ചപ്പെട്ട പ്രവേശനവും ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സവിശേഷമായ സന്ദർഭം മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം പലപ്പോഴും അവഗണിച്ചു. ഇതുകൊണ്ടായിരിക്കാം ഇന്നും വ്യതിരിക്തമായ ഒരു ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രം ലഭിക്കാൻ നാം പാടുപെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്, നമ്മുടെ യൂണിറ്റ് ഇവിടെ കഴിയാണ്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്താ പഠിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് നമ്മൾ സോഷ്യോളജിയുടെ ദ എമർജൻസ് ഓഫ് സോഷ്യോളജിയാണ്. ആ ഒരു കാലഘട്ടം എന്ന് മുതലാണ് സോഷ്യോളജി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായത്, ഉത്ഭവിച്ചു വന്നത്, അത് ഇൻഡിപെൻഡൻസിന് മുന്നേയും ശേഷവും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ കൺക്ലൂഷൻ പാർട്ടിൽ മൊത്തത്തിലുള്ള ഒരു നല്ല അടിപൊളി കൺക്ലൂഷൻ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നോക്കണമെന്നേക്കാൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഈ കൺക്ലൂഷൻ പാർട്ട് നോക്കിയാൽ നമുക്ക് ആ യൂണിറ്റിൽ എന്താ പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ പോയിന്റ് വൈസ് ആയിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു കൺക്ലൂഷൻ തന്നെ നമ്മൾ നന്നായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 പാരഗ്രാഫ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ പിടിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാൽ ഓക്കെയാണ്. ഓക്കെ, നമ്മുടെ യൂണിറ്റ് കഴിഞ്ഞു. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റീവ്സിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളതിലൊക്കെ ഷോർട്ടായിട്ടായിരുന്നു, പക്ഷെ ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നുണ്ട്. ഒരു നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ഇത് കേട്ടോ. ഇതിൽ നിന്നൊരു എസ്സേയെങ്കിലും ചോദിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. Describe the historical roots of Indian sociology, explain the sociography in classical and Arab-Persian roots to emergence of sociology, heritage of social thought, economic condition, മേജർ അപ്രോച്ചസ്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ദ വ്യൂ ഓഫ് ദ ബ്രിട്ടീഷ് റിഗാർഡ്ലെസ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ്, ദ കസ്റ്റംസ് ആൻഡ് മാനേഴ്സ്, ആ ലാസ്റ്റ് പാർട്ടാണ് അതൊക്കെ. ദ ഗ്രോത്ത് ഓഫ് അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടിങ് സോഷ്യൽ ഇൻക്വയറി, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്, നമുക്ക് ഓർമ്മ വരാതിരിക്കാനും സാധ്യതയുണ്ട്. സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സോഷ്യോളജിക്കൽ beginnings, the emergence of social and independent India, the early emergence of sociology and independent India, അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ, ടേക്ക് കെയർ.